ഗോശാലയിൽ ദൂതർ സ്തുതിക്കും നാഗവല്ലഭൻ പിറന്നു ഗോശാലയിൽ. ബന്ധമഴിച്ചു അന്ധനെന്നെയും ബന്ധുവാക്കിയതാ. ബന്ധമഴിച്ചു അന്ധനെന്നെയും ബന്ധുവാക്കിയതാ. ഇന്നും എന്നും നന്നായി സ്തുതിക്കും നാഥനേശുവേ ഞാൻ ഈ ധരയിൽ. ഇന്നും എന്നും നന്നായി സ്തുതിക്കും നാഥനേശുവേ ഞാൻ ഈ ധരയിൽ. വാഴ്ത്തിയിടുമേ വാഴ്ത്തിയിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോനിധനേ. ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോനിധനേ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവവചനത്തിൽ നിന്നും നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ ഭക്തന്മാർ നിന്റെ നന്മയിൽ സന്തോഷിക്കട്ടെ എന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം സന്തോഷിക്കേണ്ട വിവിധ വശങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യമാണ്. നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു: ആശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നാം സന്തോഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിലുള്ള പ്രത്യാശയിൽ നാം സന്തോഷിക്കണം എന്നുള്ളതാണ്. ഇവിടെ പൗലോസ് പറയുന്നത് ആശയിൽ സന്തോഷിപ്പീൻ എന്നാണ്. അതെ, നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഒരു ജീവനുള്ള പ്രത്യാശയാണ്. ക്രിസ്ത്യാനിത്വത്തിന്റെ മാത്രം ശ്രേഷ്ഠത എന്ന് പറയുന്നത് അവർക്ക് ജീവിക്കുന്ന ഒരു പ്രത്യാശയുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം ഈ ഭൂമിയിലെ വാസം കൊണ്ട് അവസാനിക്കുന്നതല്ല. നമ്മുടെ ജീവിതം താൽക്കാലികമായി ഈ ഭൂമിയിൽ വസിപ്പാൻ ദൈവം തന്ന ആയുസ് കൊണ്ട് തീരുന്നതല്ല. മരണത്തിനപ്പുറം നിത്യതയോളം നിലനിൽക്കുന്ന ഒരു ജീവിതമാണ് കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വലിയ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയുടെ പ്രത്യേകതയാണ് പൗലോസ് തീത്തോസിന്റെ ലേഖനത്തിൽ എഴുതിയത്. അത് ജീവിക്കുന്ന പ്രത്യാശയാണ്. ആ ജീവിക്കുന്ന പ്രത്യാശയിൽ ആയിരിക്കണം നമ്മുടെ സന്തോഷം എന്നുള്ളതാണ് പൗലോസ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നാം എബ്രായ ലേഖനത്തിൽ പഠിക്കുമ്പോഴും ഈ പ്രത്യാശയെക്കുറിച്ച് പൗലോസ് വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് ദർശിക്കുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന പ്രത്യാശയെക്കുറിച്ച് താൻ പറയുന്നത് പത്രോസ് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലാണ്. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം എന്നാണ്. അപ്പൊ പ്രത്യാശ നാം പിടിച്ചുകൊള്ളണം. അത് നമ്മിൽ നിന്ന് എടുത്തു കളയുവാൻ ശത്രു പല വിധത്തിലും പരിശ്രമിക്കും. പക്ഷേ ശത്രുവിൻ്റെ കെണിയിൽ അകപ്പെടാതെ നമുക്ക് ദൈവം തന്നിട്ടുള്ള ആ പ്രത്യാശ മുറുകെ പിടിക്കുവാൻ ഇടയായി തീർന്നാൽ നമ്മുടെ മരണത്തിനപ്പുറം നമ്മുടെ കർത്താവിനോടുകൂടെ നിത്യയുഗം നമുക്ക് വാഴുവാനായിട്ട് സാധ്യമായി തീരും എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഒക്കെ ജീവിക്കുന്നത് ആ പ്രത്യാശ മൂലമാണ്. ആ പ്രത്യാശ കൈവിടപ്പെട്ടു പോകരുത്. നമുക്ക് എപ്പോഴും സന്തോഷിപ്പാൻ കഴിയേണ്ടത് ഈ പ്രത്യാശയിലാണ്. നമ്മുടെ കർത്താവ് വരാറായി. അവന്റെ വരവിന് വേണ്ടി നമുക്ക് പ്രത്യാശയോടെ ഒരുങ്ങി കാത്തിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് തന്ന പ്രത്യാശയ്ക്കായി സ്തോത്രം. ആ പ്രത്യാശയിൽ ദിനംതോറും സന്തോഷിച്ച് മുന്നേറുവാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണമേ. ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. May God bless you.